തിരുവനന്തപുരം ജില്ലയുടെ സമഗ്ര വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നിർബൻ, വെരി വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. നിർബൻ, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ ആര് ജയിച്ചാലും അതിന്റെ ഒരു സ്വാധീനമായിരിക്കും നിയമസഭാ ഇലക്ഷനിൽ കാണാൻ കഴിയുക. തിരുവനന്തപുരത്തെ റിസൾട്ട് ഒരു സെമി ഫൈനൽ റിസൾട്ടാണ്. ഫൈനലിൽ ആർക്കായിരിക്കും വിധി അനുകൂലമാകുക എന്നൊരു ട്രെൻഡ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആർക്കൊപ്പമായിരിക്കും തിരുവനന്തപുരത്തിന്റെ മനസ്സ്? തീർച്ചയായും വിനിഷ, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് തലസ്ഥാനമാണ്. കാരണം ആ തലസ്ഥാനത്തിൻ്റെ ഒരു ഫലസൂചന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണെന്ന കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉറപ്പാണ്. കാരണം എല്ലാ മുന്നണികളും പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ആ തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ മുന്നേറ്റം, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഒപ്പം തന്നെ വിനിഷ സൂചിപ്പിച്ച നഗരസഭ, തലസ്ഥാന നഗരസഭ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകുന്ന വോട്ടിംഗ് പാറ്റേൺ, അതിൽ ഏറെക്കുറെ പൊളിറ്റിക്കലായി തന്നെ, രാഷ്ട്രീയമായി തന്നെ അതിൻ്റെ ദിശാസൂചകം തീർച്ചയായും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രമായിട്ടുള്ള മാർ ഇവാനിയസ് കോളേജിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു, ഉദ്യോഗസ്ഥരെല്ലാം എത്തിത്തുടങ്ങി. ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ ഘട്ടത്തിൽ അകത്തേക്ക് പ്രവേശനമുള്ളത്. ഇതിൻ്റെ തന്നെ ഗേറ്റിന് മുന്നിലാണ്. 2 കേന്ദ്രങ്ങളിലായിട്ടാണ് തിരുവനന്തപുരത്തെ നഗരസഭയുടെ വാർഡുകൾ വിഭജിച്ചിട്ടുള്ളത്. ഓരോ ആറയുടെ കീഴിലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആറയുടെ കീഴിൽ വാർഡ് 1 മുതൽ 26 വരെ. അപ്പോൾ ഈ സമയം ദൃശ്യങ്ങളിൽ വിനിഷ കാണുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ ആറയുടെ കീഴിൽ വരിക 27 മുതൽ 51 വരെ. മൂന്നാമത്തെ, അതായത് 4ാമത്തെ ആറോയാണ് ഇവിടെ വരിക. അടുത്ത ആറോയുടെ കീഴിൽ വരുന്നത് മറുഭാഗത്തുള്ള ആ കേന്ദ്രത്തിലാണ്. ഇവിടെ 4ാമത്തെ ആറോ വരും. അത് 77 മുതൽ 101 വരെ. മറ്റൊന്ന് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഇതിന് എതിർവശത്തുള്ള കെട്ടിടത്തിലാണ്. അവിടെയും സമാനമായി തന്നെ ഒരു ആറോയുടെ കീഴിലാണ് വരിക. ആദ്യ ടേബിളുകളിൽ 12 മുതൽ 18 വരെ ആ വാർഡുകൾ ആദ്യത്തെ സെക്ഷനിലെടുക്കും. അതായത് ആദ്യം അറിയുന്ന തിരുവനന്തപുരത്തെയുള്ള ആദ്യത്തെ ട്രെൻഡ് വരിക 12 മുതൽ 18 വരെയുള്ള വാർഡുകളുടെ ഫലങ്ങളായിരിക്കും വരിക. അത് ഓർഡറായി പരിശോധിക്കുകയാണെങ്കിൽ കഴക്കൂട്ടം, സൈനിക സ്കൂള്, ചന്തവിള, കാട്ടായിക്കോണം, ഞാണ്ടൂർക്കോണം, പൗടിക്കോണം, ചെങ്കോട്ടുകോണം, ചെമ്പഴന്തി, അങ്ങനെയാണ് ആ ഒരു രീതി പോവുക. അതനുസരിച്ചിട്ട് നമ്മളൊരു വോട്ടിംഗ് പാറ്റേൺ അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, ഇത് ആദ്യ റൗണ്ടിൽ 12 മുതൽ 18 വരെ ടേബിളിലാകും ഉണ്ടാകുക. അതായത് 12 മുതൽ 18 വരെ വാർഡുകളുടെ ഫലമാകും ആദ്യം അറിയുക. ഒരു വാർഡിൽ 4 മുതൽ 12 വരെ ബൂത്തുകൾ കാണും. അത്രയും റൗണ്ട് ആകും എണ്ണുക. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായും ഈ 12 മുതൽ 12 വരെ, ഒരു വാർഡിൽ 4 മുതൽ 12 വരെ ഇപ്പോൾ പരമാവധി 12 റൗണ്ടുകളായിരിക്കും. അത് വോട്ടിംഗ് ബൂത്തുകൾ, ഇപ്പോൾ ചാല വാർഡ് തിരുവനന്തപുരത്ത് അത് 10 11 ബൂത്തുകളാണുള്ളത്. അങ്ങനെ വലിയ ബൂത്തുകളുണ്ട്, 7 8 ബൂത്തുകളുള്ള വാർഡുകളുമുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ സമയങ്ങളിൽ തന്നെ 12 ബൂത്തുകൾ എണ്ണിത്തീരും. ആ നിലയ്ക്കായിരിക്കും ഫലങ്ങൾ അറിയാൻ കഴിയുക. നേരത്തെ മുഖവരയെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു പൊതുചിത്രം നാം പരിശോധിക്കുമ്പോൾ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടാക്കിയത്. ജില്ലാ പഞ്ചായത്തിലെ ആകെ 26 ഡിവിഷനിൽ 21 LDF ആണ് നേടിയത്. UDFന് വെറും 5 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായത്. കോർപ്പറേഷൻ വാർഡുകളിൽ 100-ൽ 53 LDFന് ഒപ്പമായിരുന്നു. അവസാനം ഒരു വാർഡ് കൂടി LDF BJPയിൽ നിന്ന് തിരിച്ചു പിടിച്ചു. അങ്ങനെ 54 വാർഡുകളുടെ ഭരണമാണ് ഇപ്പോൾ നിലവിൽ LDFന് തലസ്ഥാന നഗരസഭയിലുള്ളത്. ഒപ്പം തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടി ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സ്ഥിതിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ തലസ്ഥാന ജില്ലയിൽ ആകെ 11 ബ്ലോക്ക് പഞ്ചായത്താണുള്ളത്. അതിൽ 10 LDFന് ഒപ്പമാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫലമാണ് സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ സൂചകമായി മാറുന്നത്. കാരണം ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിന് പ്രതികരിക്കുന്ന പ്രദേശങ്ങൾ വരും. വളരെ ചില ബ്ലോക്കുകളിൽ മാത്രമാണ് 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്ന പ്രദേശങ്ങൾ വരിക. അതുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 11 ബ്ലോക്കുകളിൽ 10 ബ്ലോക്കുകളും LDFനൊപ്പമായിരുന്നു. അതുതന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തലസ്ഥാന ജില്ലയിൽ ഒരു MLA മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അത് കോവളത്തെ MLA ആയിട്ടുള്ള M. വിൻസെൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ സ്വാഭാവികമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ബ്ലോക്കുകളുടെ വിജയം സ്വാഭാവികമായി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂണ്ടുപലകയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും
കണക്കാക്കുന്നത് അത് ഏത് തരത്തിലുള്ള ട്രെൻഡാണ് ഉണ്ടാക്കുക എന്ന കാര്യം അത് രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവമായി കാണുകയും ചെയ്യും. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരെ മുഖവരിയായി വിനിഷയോട് സൂചിപ്പിച്ചതാണ്. തലസ്ഥാന നഗരസഭയെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളത് ത്രികോണ മത്സരം നടക്കുന്ന ഒരു നഗരസഭയാണ്. അത് BJPയും NDA മുന്നണിയും LDFും UDFും അങ്ങനെ 3 മുന്നണികളും അവകാശപ്പെടുന്ന ഒരു പ്രദേശം. BJPക്ക് പല വാർഡുകളിൽ സ്വാധീനമുണ്ട്. നിലവിൽ 34 വാർഡുകളാണ് നിലവിൽ BJPക്കുള്ളത്. അത് അവർ തുടരുമോ, അവർ വീണ്ടും സീറ്റുകൾ ഉയർത്തുമോ എന്ന കാര്യത്തിൽ അവർ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ അധികാരത്തിൽ വരും എന്ന അവകാശവാദം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പോളിംഗ് കഴിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം പോളിംഗിനിടയിൽ തന്നെ പറഞ്ഞു. UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ അവർ തിരിച്ചു വരും എന്ന ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ ആദ്യഘട്ടം മുതൽ തന്നെ UDF കൃത്യമായി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി. അപ്പോൾ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. നമ്മൾ പലതവണ മുൻപൊക്കെ പറയുന്നത് പോലെ വലിയ തരത്തിലുള്ള റിബൽ ശല്യം തലസ്ഥാനത്ത് മണ്ണന്തല മുതൽ ഉള്ള പ്രദേശങ്ങളിൽ, പുഞ്ചക്കരി മുതലുള്ള പ്രദേശങ്ങളിൽ UDFന് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ട് എങ്കിലും താരതമ്യേന റിബൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ ഒരു നഗരസഭയിലെ മത്സരം എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയായിരിക്കും. ഒപ്പം തന്നെ ചിട്ടയായി പ്രവർത്തനം നടത്തി. കവടിയാർ വാർഡിലടക്കം അവർ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശബരിനാഥനെ മുൻനിർത്തി പ്രചരണം നടത്തി. അതുകൊണ്ട് അവർ കഴിഞ്ഞ തവണ 10 അവരുടെ സീറ്റ്. അവർ 10 നിന്ന് തിരിച്ച് അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നെങ്കിലും അത് ഉയരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വളരെ ചിട്ടയായ പ്രവർത്തനം, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പുലർത്തിയ സൂക്ഷ്മത, ഒപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും വികസന നേട്ടങ്ങൾ, പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിലുള്ള അടിസ്ഥാന വികസനം, ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തി ഒരു രാഷ്ട്രീയ മത്സരത്തിൻ്റെ കേന്ദ്രമായി തിരുവനന്തപുരത്ത് മാറ്റാനായി. അതുകൊണ്ട് തന്നെ ആ ഒരു വിജയം LDFിന് അനുകൂലമായി മാറും എന്നതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ ഉള്ള ദൃശ്യങ്ങൾ കാണാം വിനിഷ. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ കൃത്യം 6 മണിക്ക് തന്നെ അവരോട് കൗണ്ടിംഗ് ഏജൻറ്റുമാരോട് ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. കൗണ്ടിംഗ് ഏജൻറ്റുമാർ നിൽക്കുന്നത് ഈ നിമിഷം കാണാം. 6 മണി മുതൽ അവർ എത്തിച്ചേരാനാണ് ഇവിടെ നേരത്തെ അറിയിച്ചത്. എപ്പോഴാണ് പ്രവേശനമെന്നറിയില്ല. ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഈ ഘട്ടത്തിൽ അകത്തേക്ക് കയറ്റിവിടുന്നത്. നമ്മൾ വോട്ടിംഗ് പെട്ടികൾ, മുമ്പ് നമ്മൾ പെട്ടികളെന്ന് പറയും, ഇപ്പോൾ EVM മെഷീനുകളാണ്. അത് ഭദ്രമായി വോട്ട് രേഖപ്പെടുത്തിയ EVM മെഷീനുകൾ അകത്ത് സ്ട്രോങ് റൂമിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് കൃത്യം 7 മണിക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിംഗ് ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ അത് സീൽ പൊട്ടിച്ച് സ്ട്രോങ് റൂമുകൾ തുറക്കും. അത് കഴിഞ്ഞ ശേഷം കൃത്യം 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ഒപ്പം തന്നെ ഈ EVM മെഷീനിലെ വോട്ടും ഒപ്പം തന്നെ നമ്മൾ പോസ്റ്റൽ വോട്ടുകളും എണ്ണി തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഫലം അറിഞ്ഞു തുടങ്ങുക രണ്ടും ഒരുമിച്ചായിരിക്കും. ഏകദേശം 8:10 കൂടി തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ റൗണ്ടിൻ്റെ ഫലങ്ങൾ അത് അറിഞ്ഞു തുടങ്ങും. ഏകദേശം 8:30 മണിയോടുകൂടി ആദ്യത്തെ റൗണ്ടിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എത്തും. ഒരു 8:30 മുതൽ 9 വരെ അരക്കിടയ്ക്ക് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് 1 ബൂത്തോ 2 ബൂത്തോ ഉള്ള വാർഡുകളുടെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകും. അതുകൊണ്ട് ഏകദേശം ഒരു 11 മണിക്കുള്ളിൽ ഒരു പൊതുചിത്രം, സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു ട്രെൻഡ്, നഗരസഭകൾ എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അവസ്ഥ എങ്ങനെയാണ്, വാർഡുകളുടെയും പഞ്ചായത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള ഒരു പൊതു ട്രെൻഡ് ഏകദേശം ഒരു 10-11 മണിയോടുകൂടി വ്യക്തമായി മനസ്സിലാകും. അവസാനം നമുക്ക് തദ്ദേശ വാർഡുകളെ സംബന്ധിച്ചിടത്ത് പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഒരുപോലെ തന്നെ വരിക. അപ്പോൾ 10-15 സീറ്റുള്ള ഒരു വാർഡിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണിക്കും 7 വരിക, ഒരു സ്വതന്ത്രം വിജയിക്കുക. അപ്പോൾ നറുക്കെടുപ്പ്, പിന്നെ നിർണായകമായ തുല്യമായി വരിക, ഒപ്പം തന്നെ 1-2 വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വിജയിക്കുക. അങ്ങനെയാണ് റീപോളിങ്ങിലേക്ക് പോകും, റീകൗണ്ടിങ്ങിലേക്ക് പോകും. അങ്ങനെ ഉള്ള പലതരത്തിലുള്ള അനിശ്ചിതത്വം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൗതുകം നിറഞ്ഞ വാർത്തകൾ വരും. അതുകൊണ്ട് നിർണായകമാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാർ ഇവാനിയോസ് കോളേജിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കൃത്യം 7 മണിക്ക് തന്നെ സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. വിനിഷ. യെസ്, നിർമ്മൽ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്തിന്റെ ഒരു പൊതുചിത്രം വ്യക്തമാക്കിയത്.